ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ചോള നാണയങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 3 ചോള നാണയങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസും വാല്യൂമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കളക്ഷനിലേക്ക് ചോള നാണയങ്ങൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടെ കുറച്ച് ഉപകാരമായിരിക്കും. ഇനി നമുക്ക് ആ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച മൂന്ന് ഒരേ ടൈപ്പിലെ നാണയം തന്നെയാണ്, ചോള നാണയങ്ങളാണ്. അത്യാവശ്യം ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള റയർ കാറ്റഗറി നാണയമാണ്. അപ്പോൾ മൂന്ന് നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. മൂന്നും ഒരേ നാണയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾക്ക് അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ ഒരു 900 രൂപ മുതൽ 1600 രൂപ വരെയൊക്കെ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാണയം അറിയപ്പെടുന്നത് വൺ മസ എന്നറിയപ്പെടുന്ന സഹസമല്ല ആ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. ഈ ഒരു നാണയം ഉണ്ടായിരുന്ന ആ ഒരു രാജ്യം ഞാൻ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നോക്കിയപ്പോൾ പോളന്നരുവ രാജ്യം എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോളന്നരുവ രാജ്യം എന്ന് പറയുമ്പോൾ സിംഹള സംസ്ഥാനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയം നിലവിലുണ്ടായിരുന്ന വർഷം 1200, 1202 കാലഘട്ടങ്ങളിലാണ്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന 1 മസ എന്നാണ്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 3.5 ഗ്രാമാണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 19.7 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ആയിട്ടുള്ള ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ ടൈപ്പ് ആയിട്ടുള്ളൊരു എഡ്ജാണ്. ഞാൻ ഈ ഇപ്പോൾ കാണിക്കുന്ന ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ പ്ലെയിൻ ടൈപ്പ് ആയിട്ടുള്ളൊരു എഡ്ജാണ് ഈ ഒരു നാണയത്തിനൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. നമുക്ക് ഇതിൽ ആ ഒരു കവറിൻ്റെ ആ ഒരു തെളിച്ചത്തിൽ ഒന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഒരു ചെറിയ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ ഒരു പിക്ചർ. അപ്പോൾ ഈ ഒരു പിക്ചർ സൂചിപ്പിക്കുന്നത് പൂവ് പിടിച്ചു നിൽക്കുന്ന ഒരു രാജാവിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകുവശം നമുക്ക് ഇവിടെ ഒരു ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സ് ലിപി ആ ഒരു വേർഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിപി എന്ന് പറയുമ്പോൾ സിംഗാളിസ് ലിപി എന്നാണ് അറിയപ്പെടുന്നത്. സഹസമല്ല എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ മറ്റ് നാണയങ്ങളും നമുക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ നാണയങ്ങളാണെങ്കിലും നമുക്ക് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ലെറ്റേഴ്സ് സൂചിപ്പിക്കുന്ന സഹസമല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു രാജാവിൻ്റെ പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന് മുൻവശവും പിറകുവശവും എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ 1 മസ സഹസമല്ല രാജാവിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പോളന്നരുവ രാജ്യം ആ ഒരു രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന, അതായത് സിംഹള സംസ്ഥാനങ്ങൾ ആ ഒരു രാജ്യത്തിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു നാണയത്തിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 900 രൂപ മുതൽ നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് 1600 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് 3 നാണയങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ 3 നാണയങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു, എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തായിരുന്നു. നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. അപ്പോൾ 3 നാണയങ്ങൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാവും നല്ലൊരു കണ്ടീഷൻ നാണയമാണ്. രണ്ട് സൈഡും നമുക്ക് നല്ല രീതിയിലൊക്കെ ലെറ്റേഴ്സും കാര്യങ്ങളെല്ലാം പിക്ചറും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന 3 നാണയങ്ങൾ കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു കളക്ഷനിലേക്ക് ഇത് മേടിച്ചത്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഈ ഒരു നാണയം ഇല്ലായിരുന്നു. ഞാനിപ്പോഴാണ് ഈ ഒരു നാണയം മേടിച്ച് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ ഒരു നാണയത്തിൻ്റെ പേര്, അതായത് 1 മസ സഹസമല്ല എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാണയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കണം, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.